ഹായ് എവരിവൺ, ഞാൻ ഡോക്ടർ വിനിത, ടൂത്ത്ലെസ് ഫാമിലി ഡെന്റൽ ക്ലിനിക്. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം, ഇനിയിപ്പോ ഒരു സമ്മർ വെക്കേഷൻ ഒക്കെ തുടങ്ങാല്ലേ. നമ്മുടെ കുട്ടികള് ഒരുപാട് ബന്ധുവീടുകളിലും നമ്മളുടെ വീട്ടിൽ ഒരുപാട് വിരുന്നുകാരൊക്കെ വരുന്നൊരു കണ്ടീഷനാണ് അല്ലേ. അതേപോലെ നമ്മളൊരു ടൂറും അങ്ങനത്തെ ജങ്ക് ഫുഡ്സിന്റെ ഒക്കെ സമയമാണ്. അപ്പോ നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ കുട്ടിക്ക് കൊടുക്കുന്ന കാര്യം ചോക്ലേറ്റ്സ് ആണ് അല്ലേ. ഈ ചോക്ലേറ്റ്സ് കുട്ടികൾ കഴിക്കുന്നത് എല്ലാ ചോക്ലേറ്റ്സും അല്ലെങ്കിലും ചില നല്ല ചോക്ലേറ്റ്സും അവൈലബിൾ ആണ്. ആ ചോക്ലേറ്റ്സ് കഴിക്കുന്ന രീതി വളരെ തെറ്റാണ്. ചോക്ലേറ്റ്സ് കഴിക്കരുത് എന്ന് പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം കുട്ടികളുടെ പ്രായത്തിലാണ് ചോക്ലേറ്റ്സ് കഴിക്കാൻ നമുക്ക് ഏറ്റവും ഇഷ്ടം ഉണ്ടാവുക. നമ്മൾ ഏറ്റവും ആസ്വദിച്ചും ഇഷ്ടത്തോടെയും നമ്മൾ ചോക്ലേറ്റ്സ് കഴിക്കുന്ന സമയം എപ്പോഴും നമ്മൾ കുട്ടികളായിരിക്കുന്ന സമയത്താണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾക്ക് ചോക്ലേറ്റ്സ് കൊടുക്കാം. കൂടെ നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എങ്ങനെയാണ് ചോക്ലേറ്റ്സ് കഴിക്കേണ്ടത്. കുട്ടികൾക്ക് പൊതുവെ ധൃതി കൂടുതലായിരിക്കും. അവർക്ക് ഒന്നാവുക, ഫസ്റ്റ് ആവുക എന്നുള്ള ചിന്തകളായിരിക്കും ഉള്ളിലുണ്ടാവുക. അപ്പൊ ചോക്ലേറ്റ് ഒക്കെ വായിൽ കിട്ടുവാണ്, കടിച്ച് ചവച്ച് പല്ലിലെല്ലാം ഒട്ടി പിടിച്ചൊക്കെയാണ് അവർ കഴിക്കാറ്. എത്രയും പെട്ടെന്ന് അത് തീരുകയും ചെയ്യും. അവർക്ക് അങ്ങനെ ആസ്വദിച്ചത് കഴിക്കാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ ചോക്ലേറ്റ് എപ്പോഴും നിലവാരാവുകയാണ് ചെയ്യുക. ഈ ചോക്ലേറ്റ് പല്ലിൽ അടിഞ്ഞുകൂടി അതിൽ ബാക്ടീരിയസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് അല്ലെ. ഫുഡ് പല്ലിൽ അടിഞ്ഞുകൂടി ഇരുന്ന് കഴിഞ്ഞാൽ ബാക്ടീരിയസ് ഭയങ്കര ഹാപ്പിയാണ്. അവരതിലാണ് വന്നിട്ട് അവരുടെ ആസിഡ്സ് ഒക്കെ ഒഴിച്ച് പണി തുടങ്ങുക. അപ്പം അങ്ങനത്തെ സാഹചര്യം നമ്മൾ ഇല്ലാതെ ഇരുത്തുക. അതായത് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക, ചോക്ലേറ്റ് കഴിക്കുമ്പോൾ വായില് നാവ് ഉപയോഗിച്ച് അലിയിച്ച് കഴിക്കണം എന്നുള്ളത്, പല്ലിൽ ഒട്ടിപ്പിടിപ്പിക്കാത്ത വിധം കഴിക്കണമെന്ന് പറഞ്ഞു കൊടുക്കുക. അതൊരു ശീലമാക്കി മാറ്റുക. അങ്ങനെ ആകുന്ന സമയത്ത് പല്ലുകളിൽ പെട്ടെന്ന് കേട് വരില്ല. പിന്നെ പല്ലുകളിൽ കേട് വരുത്താനുള്ള സാധ്യത ഉണ്ടാക്കുന്നത് ബേക്കറി ഐറ്റംസ് എന്നാണ്. ബേക്കറി ഐറ്റംസ് നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുവാണെങ്കിൽ സ്റ്റിക്കി ഐറ്റംസ് മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. ഇനി അങ്ങനെയാണെങ്കിലും ഒന്ന് ബ്രഷ് ചെയ്യിപ്പിക്കാനായിട്ടോ അറ്റ്ലീസ്റ്റ് ഒരു ഗ്ലാസ് വെള്ളം കുടിപ്പിക്കാനായിട്ടോ വായി കഴുകിപ്പിക്കാനായിട്ടോ ഉള്ള ഒരു ഹാബിറ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ സമ്മർ സീസൺ തുടങ്ങി, എല്ലാവരും ഫ്രൂട്ട് ജ്യൂസസ് കഴിക്കുന്ന സമയമാണ്. തണുപ്പിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ കഴിക്കുക? ആക്ച്വലി നമ്മളെ ബോഡിക്ക് തണുപ്പ് തരാൻ നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട്സിന് തന്നെ കഴിയും. നമുക്ക് തണുപ്പ് ഫീൽ ചെയ്യണമെന്നല്ല, നമ്മുടെ ബോഡിയെ തണുപ്പിക്കാൻ ഫ്രൂട്ട്സ് കഴിച്ചാൽ മതി. ഫ്രൂട്ട്സിനെ ജ്യൂസ് ആക്കി അതില് കുറെ പഞ്ചസാരയും ചേർത്ത് വെള്ളവും ചേർത്ത് അതിന്റെ തനതായ ഗുണങ്ങളെല്ലാം ഒഴിവാക്കി ഒരു ജ്യൂസ് കുടി. ഇതെല്ലാം നമ്മളെ പല്ലിനെയും ബാധിക്കാറുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം. കുട്ടികളുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ചോക്ലേറ്റ്സ് കൊടുക്കണം, പക്ഷെ കഴിക്കേണ്ട വിധം കൂടി പറഞ്ഞു കൊടുക്കൂ. താങ്ക് യു.